വെൽക്കം. കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ലൈഫ് ലൈൻ്റെ ഈ ട്രെയിനേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം, മൈൻഡ് മാസ്റ്ററി ട്രെയിനേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം വരുന്നത്. അപ്പോൾ ആ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് പല ആൾക്കാർക്ക് ഇതിനെക്കുറിച്ചൊരു ആകാംക്ഷയുണ്ട്, ഈ ട്രെയിനിങ് കരിയർ ഞാൻ തിരഞ്ഞെടുക്കണോ വേണ്ടിയോ എന്നുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരുപാട് വർഷത്തെ പരിചയവും പുസ്തകം എഴുത്തും പഠനങ്ങളും കോഴ്സ് പ്രിപ്പറേഷനും എല്ലാം ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ധാരാളം മെറ്റീരിയൽ തന്ന് പ്രാക്ടിക്കൽ തന്ന് ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റും. പക്ഷേ നിങ്ങൾക്ക് ഇതൊരു പാഷനുണ്ട്, ഇത് നിങ്ങളുടെ വഴിയാണെന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് വരാം. പക്ഷേ ഞാൻ ഇത് തിരഞ്ഞെടുക്കുന്ന മൈൻഡ് മാസ്റ്ററി ട്രെയിനേഴ്സ് ട്രെയിനിങ് ഒക്കെ തിരഞ്ഞെടുക്കുന്നവർ അവർ വളരെ വിശിഷ്ടരായിട്ടുള്ള വ്യക്തികളാക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ശേഷവും ഞാൻ ഈ കൊണ്ടുവച്ച കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയ പിൻഗാമികൾ ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് സെർച്ച് ചെയ്തത്. അതുകൊണ്ട് ആ ഒരു ശ്രേഷ്ഠത കഴിയുന്ന ആൾക്കാരെയാണ് അതിനകത്ത് എടുക്കുന്നത്. ഇതൊരു വലിയ സർവീസാണ്. ഇതിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ നിന്ന് കിട്ടുന്നത് പലപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യും. ഇപ്പോൾ ലൈഫ് ലൈനിലൊക്കെ എന്ന് പറഞ്ഞാൽ ലൈഫ് ലൈനിൽ വരുന്നത് നമുക്ക് ശമ്പളവും ബാക്കി വാടക, ബാക്കി എക്സ്പെൻസസ്, ടെക്നോളജി എക്സ്പെൻസസ് ഇതൊക്കെ കഴിഞ്ഞ് ഇതിനെ തന്നെ ഡെവലപ്പ് ചെയ്യാനായിട്ടാണ്. പിന്നെ ഒരുപാട് നമുക്ക് പറ്റുന്നത്രയും ചാരിറ്റി ചെയ്യുക. അല്ലാതെ ഇതൊരു അബ്സല്യൂട്ട്ലി ഒരു പ്രോഫിറ്റായിട്ടല്ല, പ്രോഫിറ്റിന് വേണ്ടിയിട്ട് ചെയ്യുന്നൊരു സംഭവമല്ല ലൈഫ് ലൈൻ്റെ മൈൻഡ് മാസ്റ്ററി എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ ട്രെയിനേഴ്സ് ട്രെയിനിങ് കഴിഞ്ഞ് ചെയ്യുന്ന ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ട്രെയിനേഴ്സ് എന്ന് പറയുന്ന മിക്കവാറും പേരെല്ലാം ലൈഫ് ലൈനിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ള ആൾക്കാരാണ്. ചില ആൾക്കാർ മൈൻഡ് മാസ്റ്ററി ആയിരിക്കത്തില്ല, വേറെ ചിലതായിരിക്കും എടുക്കുന്നത്. എന്നാലും ലൈഫ് ലൈൻ്റെ നേരിട്ടുള്ള കോഴ്സുകൾ ചെയ്തിട്ടുള്ളവർ തന്നെയായിരിക്കും. അപൂർവമായിട്ടേ അതല്ലാത്തവരുള്ളൂ. എന്താണൊരു ട്രെയിനർക്ക് ലോകത്തിൽ കിട്ടുന്ന വ്യത്യാസം? ഞാനിപ്പോൾ ലൈഫ് ലൈൻ്റെ മൈൻഡ് മാസ്റ്റർ ട്രെയിനേഴ്സിന് മാത്രമല്ല, ഈ ട്രെയിനേഴ്സിന് മൊത്തം നമുക്ക് കിട്ടുന്ന, അവർക്ക് മാത്രം കിട്ടുന്ന കുറച്ച് പ്രയോജനങ്ങളുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ശരിക്കും പറഞ്ഞാൽ നമുക്ക് 7 വിശപ്പുകളാണ് നമുക്കുള്ളത്. ഹങ്കർ വരുമ്പോഴാണല്ലോ നമ്മൾ അതിന് സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് നോക്കുന്നത്. നമുക്ക് 7 ഹങ്കറുകളാണ്. 7 ഹങ്കറിലെ ആദ്യത്തെ ഒന്നാമത്തെ ഹങ്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും, മനുഷ്യനും മൃഗത്തിനും എല്ലാമുള്ള ഹങ്കറാണ്. ഫുഡ്, സർവൈവൽ, നിലനിൽക്കുക എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യനും അതുണ്ട്. മനുഷ്യൻ അത് എവിടെ നിന്നെങ്കിലും കിട്ടുന്നു, അത് ഏറ്റവും ബേസാണ്. നമ്മളതിവിടെ വലിയ പരിഗണിക്കണമെന്നില്ല. രണ്ടാമത്തെ ഒരു ഹങ്കറാണ് പ്ലഷറിന് വേണ്ടിയുള്ള ഹങ്കർ. സുഖങ്ങൾ ജീവികൾക്കും അതുണ്ട്, എല്ലാ ഇടയിലുള്ള മനുഷ്യർക്കും ഉണ്ട്. ആൻഡ് പ്ലഷർ ആൻഡ് സെക്സ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും എല്ലാ ജീവജാലങ്ങൾക്കും ഉള്ള ഒരു കാര്യമാണ്. ഇനി മൂന്നാമതായിട്ടുള്ള അത് നമുക്ക് എല്ലാവർക്കും ഒന്നും വരത്തില്ല. അത് നമുക്ക് കുറച്ച് പേര് മാത്രമാണ് അതിൽ ബ്ലെസ്ഡ് ആയിട്ടുള്ളത്. പവർ, അധികാരം കയ്യിലുണ്ടാകുക. അപ്പോൾ പവറിൻ്റെ ഇൻഫ്ലുവൻസ് അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ, പവർ ഈസ് ദ കപ്പാസിറ്റി ടു ഇൻഫ്ലുവൻസ് അതേഴ്സ്. മറ്റുള്ളവരെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്നതിനെയാണ് നമ്മളിവിടെ ഇരുന്നൊരു കാര്യം പറഞ്ഞാൽ മറ്റൊരു സ്ഥലത്തൊരു കാര്യം നടക്കുക. അപ്പോൾ പവർ ആൻഡ് മണി മീൻസ് പവർ, ആ പവർ മീൻസ് മണി എന്നൊരു നിർവചനവും നമുക്ക് വേണേൽ പറയാം. ഇത് രണ്ടും ഇൻ്റർചേഞ്ചബിളാണ്. പണം ഉണ്ടെങ്കിൽ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും, എവിടെ ഇരുന്ന് ഏത് കാര്യം. ചില അപൂർവം കാര്യങ്ങൾ നമ്മൾ പണം കൊണ്ട് നടക്കില്ല. പക്ഷേ നമുക്കൊരു 99% ജീവിതത്തിലെ കാര്യങ്ങൾ നടക്കണമെന്നൊക്കെ പണം വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നമുക്ക് ഈ ആദ്യത്തെ 2 ഭാഗം വിട്ടിട്ട് മൂന്നാമത്തത് മുതൽ ഒരു ട്രെയിനിങ് മേഖലയിൽ ഒരു മെൻറ്റർ അല്ലെങ്കിൽ ഒരു കോച്ച് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമായിട്ട്, പ്രത്യേകിച്ച് കോച്ചിന് കുറച്ചുകൂടെ വരുമാനം എപ്പോഴും കൂടുതലായിരിക്കും. അപ്പോൾ അവർക്ക് വളരെ മോശമല്ലാത്തൊരു വരുമാനം നമുക്ക് തീർച്ചയായിട്ടും കിട്ടും. പവറും ഉണ്ടാകും. കാരണം എവിടെയൊക്കെ നമ്മൾ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് അവരെല്ലാം നമുക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു തരാൻ തയ്യാറായിരിക്കും. അതുകൂടാതെ അപ്പം നമുക്ക് മൂന്നാമത്തെ കാര്യം പറഞ്ഞപ്പോൾ ഇതാണ് പവർ ആൻഡ് മണി എന്ന് പറയുന്നത്. നാലാമത്തെ കാര്യം നമുക്ക് നമ്മുടെ റിലേഷൻഷിപ്പ്, ഭാര്യ ഭർത്തൃ ബന്ധം മാത്രമല്ല, കുട്ടികളുമായിട്ടുള്ള ബന്ധം മാത്രമല്ല, സമൂഹമായിട്ട്. ഇപ്പോൾ എനിക്കൊക്കെ ആണെങ്കിൽ വലിയ ബോണ്ടേജാണ്, നമ്മുടെ വളരെ കണക്റ്റഡാണ് എൻ്റെ ശിഷ്യരുമായിട്ടുള്ള ബന്ധം. ഞാനിങ്ങനെ വിശ്വസിക്കുന്നു, കേരളത്തിലെ ഏറ്റവും കൂടുതൽ പേരെ പഠിപ്പിച്ചിട്ടുള്ള ആൾ ഞാനായിരിക്കും എന്ന്. കാരണം എൻ്റെ ശിഷ്യരെന്ന് പറഞ്ഞാൽ ലക്ഷങ്ങളിലാണ്.
ഒരു കോളേജിലെ പ്രൊഫസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 പേരെ പഠിപ്പിച്ചു ഒരു ക്ലാസ്. അതുകൊണ്ടൊരു 4 ക്ലാസ് ഉണ്ടെങ്കിൽ ഒരു വർഷം കൊണ്ട് അദ്ദേഹം മൊത്തം ഈ പറഞ്ഞ 200 പേരെ 300 പേരെ പഠിപ്പിക്കുന്നുള്ളൂ. പക്ഷേ അതിലും വളരെ കൂടുതൽ ഒരാഴ്ചയിൽ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ യൂട്യൂബിൽ തന്നെ നോക്കുമ്പോൾ അറിയാം എത്രയും പേര് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവരുമായിട്ട് ഞാനൊരു ഒത്തിരി പേരുമായിട്ട് ഭയങ്കര ബന്ധത്തിലാണ്. ഞാൻ ഈ US UK ഒക്കെ പോയി ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ അവിടെ ഇവിടെ കണ്ടിട്ട് എനിക്ക് കേരളത്തിലോട്ട് തന്നെ ക്ലാസ് എടുക്കാനായിട്ട് ഒത്തിരി താല്പര്യം വരുന്നതിൻ്റെ കാര്യം, കേരളത്തിലൊരാൾ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വൈഫ് വരുന്നു, ബ്രദർ വരുന്നു, സിസ്റ്റർ വരുന്നു, പിന്നെ മക്കളുണ്ടെങ്കിൽ മക്കൾ വരുന്നു. അങ്ങനെ ആ കുടുംബത്തിലെ ഒരു ഇൻഡയറക്റ്റ് ആയിട്ടൊരു മെമ്പറാണ് വർഷങ്ങളോളം. ഇങ്ങനെയുണ്ട്. ചില ആൾക്കാർ ചിലപ്പോൾ അത് വളരെ അപൂർവം ആൾക്കാർ ചിലപ്പോൾ അത് വിട്ടുകളയും. പക്ഷേ എന്നാലും നല്ലൊരു ബന്ധം ഇതൊരിക്കലും എനിക്ക് മറ്റൊരു രാജ്യത്ത് കിട്ടുന്നില്ല. നല്ല ഓഡിയൻസിനെ ഇവൻ്റ് ഏജൻസി അവരുടെ കാശ് വാങ്ങിച്ചിട്ട് കയറ്റി വെച്ചിരിക്കുന്നു. ക്ലാസ് കഴിഞ്ഞ് അവർ പിരിഞ്ഞു പോകാൻ നേരത്ത് വന്ന് ചിലപ്പോൾ ഒരു ഹഗ് തരും, ഇല്ലെങ്കിൽ ഒരു ഷെയ്ക്ക് ഹാൻഡ് തരും. ചില ആൾക്കാർ കാർഡ് ഇങ്ങോട്ട് തരും. ഞാൻ കാർഡ് അങ്ങോട്ട് കൊടുക്കാറില്ല. അപ്പം ഹായ് പറഞ്ഞു പോകും. ചിലപ്പോൾ ജീവിതത്തിൽ പിന്നെ അവരുമായിട്ട് ഒരിക്കലും ഞാനുമായിട്ട് കണ്ടുവെന്ന് വരില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇത് അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു കുറേ വർഷങ്ങളായിട്ട് ഞാനൊരു 12 വർഷമായിട്ട് അതിൻ്റെ ഒരു കിക്ക് ഞാൻ കേരളത്തിൽ അനുഭവിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ അതൊരു വിധത്തിലുള്ള റിലേഷൻഷിപ്പാണ്. പിന്നെ ലവ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ നല്ല ട്രെയിനേഴ്സ് ആണെങ്കിൽ അപ്പോൾ നല്ല ഹസ്ബൻഡ്, നല്ല വൈഫ്, നല്ല ബ്രദർ, നല്ല സിസ്റ്റർ, നല്ല മകന്, ഇതെല്ലാം ആകണം. അപ്പോൾ നമ്മുടെ റിലേഷൻഷിപ്പ് വളരെ ഇതാനായിട്ട്. അപ്പോൾ 4മത്തേത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ട്രെയിനേഴ്സിന് അങ്ങനെ ഒരു വലിയ സൗഭാഗ്യം കിട്ടും. ഇനി നമുക്ക് 5മതായിട്ട് നമ്മുടെ ക്രിയേറ്റിവിറ്റി. എന്തെല്ലാം കാര്യം നമുക്ക് പുരാണങ്ങളിൽ നിന്നോ ബൈബിളിൽ നിന്നോ ഖുറാനിൽ നിന്നോ എവിടുന്ന് വേണമെങ്കിലും സ്റ്റോറികൾ എടുത്തിട്ട് ഇന്നത്തെ കറണ്ട് ഇഷ്യൂസിന് വേണ്ടിയിട്ട് അതിനെ പല വിധത്തിൽ നമുക്കതിനെ ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മുടെ ക്രിയേറ്റിവിറ്റി ഉണ്ട്. അപ്പോൾ ഇല്ലെങ്കിൽ നമ്മുടെ അപ്പിയറൻസ് നമ്മളെ കാണുന്നത് തന്നെ. അപ്പോൾ ഞാനാണെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ ഈ ടെക്നോളജി എപ്പോഴും ഇങ്ങനെ വിരൽത്തുമ്പി നിൽക്കുന്ന രീതിയിലായിരിക്കും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കതാണ് ഒരു സന്തോഷമായിട്ട് വരുന്നത്. കഴിഞ്ഞൊരു 26 ഇയേഴ്സായിട്ട് എൻ്റെ ഒരു കൈ പോലെയാണ് എപ്പോഴും ലാപ്ടോപ്പ്. എത്രയോ ലാപ്ടോപ്പുകൾ ഞാൻ ഉപയോഗിച്ച് വിട്ടിട്ടുണ്ട്. അക്കാലത്തൊക്കെ STDയിൽ ഞാൻ ഇൻ്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു നോളജിൻ്റെ സ്പീഡ് എന്നിലോട്ട് കയറി ഇറങ്ങിപ്പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ ബുക്കുകൾ, ആയിരക്കണക്കിന് ബുക്കുകൾ, ഇതെല്ലാം നമുക്ക് വരാനായിട്ട് പറ്റും. അതിൽ നിന്നെല്ലാം ഉപയോഗിക്കുന്ന ക്രിയേറ്റിവിറ്റിയൊക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു വേദിയും കൂടെയാണ് ഒരു ട്രെയിനർ അഥവാ ഒരു കോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോച്ചിനും ഈ പറഞ്ഞ 5മത്തെ ഒരിത് അവർക്ക് ഒരു പ്രത്യേകമായ അംഗീകാരം, സ്വീകാര്യത, റെസ്പെക്റ്റ്, അക്സെപ്റ്റൻസ്. ഇപ്പോൾ ഈ കോച്ചൊക്കെ ആണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് പറയാം, നിങ്ങളൊരു ബിസിനസ്മാൻ ആയിരിക്കും, നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്, നിങ്ങൾ സമൂഹത്തിൽ അറിയപ്പെടുന്നുണ്ട്. പക്ഷേ ബിസിനസ്സുകാരുടെ ഇടയ്ക്ക് നിങ്ങളൊരു കോച്ചും കൂടെ ആണെങ്കിൽ ഒരു ഗുരുസ്ഥാനം കൂടെ അവിടെ ഒരു പ്രത്യേക റെക്കഗ്നേഷൻ. ബിസിനസ്സുകാരനാണ്, അറ്റ് ദ സെയിം ടൈം 20-50 ബിസിനസ്സുകാരെ നമ്മൾ മെൻറ്റർ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. നമ്മൾ ചെയ്യുന്നതിന് കൃത്യമായ ഫീസും അവർ തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു സ്ഥാനം കുറേ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അംഗീകാരം കൂടി വരുന്നു. അപ്പോൾ നമുക്ക് ജീവിതത്തിൽ നോക്കുമ്പോഴത്തേക്കും എന്തൊക്കെയോ മീനിങ് ഉള്ളതായിട്ട് നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നു. ആൻഡ് മേക്കിംഗ് ദ വേൾഡ് എ ബെറ്റർ പ്ലേസ് ടു ലീവ്. ഇനി 6മത്തെ പ്രയോജനം നമ്മൾ നോക്കുമ്പോഴത്തേക്കും ലെഗസി, അല്ലെങ്കിൽ ഫെയിം, 6th ഹങ്കർ. അപ്പോൾ അതിനകത്ത് അതൊന്നും എല്ലാവർക്കും കിട്ടാറില്ല. വളരെ അപൂർവം ആൾക്കാർക്ക് മാത്രമേ അത് കിട്ടാറുള്ളൂ. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിവിടെ ജീവിച്ചിരുന്നൊരു തെളിവ് നൂറ്റാണ്ടുകളിലേക്ക് ഉണ്ടാകുക. നമ്മൾ പുസ്തകം എഴുതുന്നത്, ശില്പങ്ങൾ കൊത്തിവെക്കുന്നത്, ചില സ്ഥാപനങ്ങൾ ഉണ്ടാക്കി വെക്കുന്നത്, ഇതൊക്കെ നമ്മളുടെ ലെഗസിയാണ്. നമ്മൾ ഐഡിയാസ് കൊടുക്കുന്നത്, ഒരുപാട് എന്നും ഓർത്തിരിക്കുന്ന ആൾക്കാരാരാണ്? ഏറ്റവും കൂടുതൽ ഐഡിയാസ് പറഞ്ഞിട്ടുള്ള ആൾക്കാരാണ്. ഞാൻ 12 പുസ്തകങ്ങൾ വെൽത്തിനെ കുറിച്ച് ഇറക്കാനായിട്ട് അതിൻ്റെ റിസർച്ചിന് മാത്രം സ്പെൻഡ് ചെയ്ത് മോർ ദാൻ 3 CR ആണ്. അപ്പോൾ എന്താ അതുകൊണ്ട് കുറേ വർഷങ്ങളെടുത്തു. പക്ഷെ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആ പുസ്തകം ഇറക്കിയതിൻ്റെ ഫലമായിട്ട് മേ ബി ഒരു 20 ഇയേഴ്സും കൊണ്ട് ആൾക്കാർ എത്രയാണ് 50,000 കോടിയോ 1,00,000 കോടിയോ ആയിരിക്കും അത് വായിക്കുന്ന ആൾക്കാരിലുണ്ടാക്കുന്ന മാറ്റം. അത്രയും മാറ്റമാണ് അതിനകത്തുനിന്ന്. അപ്പോൾ ആ രീതിയിലാണ് ഞാൻ അതിനൊരു ലെഗസി ആയിട്ട്, ഒരു ഫെയിമായിട്ട്. നിങ്ങൾക്കും തീർച്ചയായിട്ടും ഒരു ട്രെയിനറായി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന അതിൻ്റെ ഒരു ഫെയിം എന്നും ഒരു ഗുഡ് വില്ല്, നിങ്ങളുടെ കൊച്ചുമക്കളൊക്കെ ഓർത്തിരിക്കുക എന്ന് പറയുന്നത്, നിങ്ങളുടെ ഗ്രേറ്റ് ഗ്രാൻഡ്സൺ നിങ്ങളെക്കുറിച്ച് പറയാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ അതാണ് നമുക്ക് ഈ 6th ഇത് നമുക്ക് ഹങ്കർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമുക്ക് 7th ഹങ്കർ, സ്പിരിച്വാലിറ്റി.
നമുക്കൊരു ആത്മീയത നമ്മൾ വഴി എന്താണ് ഒരുപാട് പേർക്ക് ജീവിതം ഉയർന്നു, മറ്റുള്ളവർക്ക് വേണ്ടി ചിന്തിക്കുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ ട്രെയിനർ അല്ലെങ്കിൽ കോച്ച് എന്ന് പറയുന്ന മേഖലയിൽ നമുക്കിതുണ്ട്. നമ്മുടെ സ്പിരിച്വാലിറ്റി, അമ്പലത്തിൽ പോകുന്നത് പള്ളിയിൽ പോകുന്നതെന്ന് പറഞ്ഞാൽ അത് ഒരു റിലീജിയസ് ആക്ടിവിറ്റിയാണ്, അതൊരു സ്പിരിച്വൽ ആക്ടിവിറ്റി എന്ന് പറയാൻ പറ്റില്ല. സ്പിരിച്വൽ ആക്ടിവിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മാനവികത നമ്മൾ പ്രൊമോട്ട് ചെയ്യുക, മറ്റുള്ളവർക്കൂടെ ഒരു നല്ല ജീവിതം കൊടുക്കാനായിട്ട് നമ്മൾ സഹായിക്കുക. ഇന്ന് ലോകം മുഴുവനും ഈ ഹ്യൂമാനിറ്റി, സ്പിരിച്വാലിറ്റി, റിലീജിയൻ അപ്പുറത്തേക്ക് വലിയ തോതിൽ വളർന്നുകൊണ്ടിരിക്കുക. ലോകത്തിലെ പ്രശ്നങ്ങൾ അവിടെ ഇവിടെയൊക്കെ ചെറിയ സിംഗിൾ കോൺഫ്ലിക്റ്റ് ഒഴിച്ചു കഴിഞ്ഞാൽ ലോകത്തെ പ്രോബ്ലംസ് ഒരുപാട് തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നമുക്ക് ഈ സ്പിരിച്വാലിറ്റി ആൻഡ് കോൺട്രിബ്യൂഷൻ, വാട്ട് ഈസ് യുവർ കോൺട്രിബ്യൂഷൻ ടു ദ സൊസൈറ്റി? നിങ്ങൾക്ക് നേട്ടം കിട്ടി, നിങ്ങൾ പഠിച്ചത്, സ്കൂള്, കോളേജ്, നിങ്ങളുടെ അറിവുകൾ, നിങ്ങൾക്ക് പേരൻസ് തന്നത്, നാട് തന്നത്, ഈ രാജ്യം തന്നത്, ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങളുണ്ട്. നിങ്ങൾ അടുത്ത ജനറേഷന് വേണ്ടിയിട്ടല്ലേ ഈ രാജ്യത്തിന് വേണ്ടി നിങ്ങൾ എന്ത് തിരിച്ചു കൊടുത്തു? വാട്ട് ഈസ് യുവർ കോൺട്രിബ്യൂഷൻ? അപ്പോൾ ആ ഒരു കോൺട്രിബ്യൂഷൻ്റെ സെൻസിൽ വെച്ച് നോക്കുമ്പോഴത്തേക്കും അതാണ് നമുക്ക് 7th. അപ്പോൾ നമ്മളിങ്ങനെ എടുക്കുമ്പോൾ, നമ്മൾ ഈ മൊത്തത്തിൽ എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ കാര്യങ്ങളെല്ലാം, മണിയാണെങ്കിലും ക്രിയേറ്റിവിറ്റി ആണെങ്കിലും ലെഗസി ആണെങ്കിലും സ്പിരിച്വാലിറ്റി ആണെങ്കിലും, ഇത് നമുക്ക് കൂടുതലും കിട്ടുന്നത് ഒരു ഗുരുസ്ഥാനത്തേക്ക് വന്നിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ നമുക്ക് സ്പിരിച്വാലിറ്റി, ഇതെല്ലാം കൂടെ വരുന്നത് നമുക്കൊരു ട്രെയിനറിൽ അല്ലെങ്കിൽ ഒരു കോച്ചിൽ, നല്ല ഒരു കോച്ചിൽ നമുക്ക് ഇതെല്ലാം ദർശിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളവിടെ മുടക്കുന്ന എമൗണ്ട് അല്ല, അതിൻ്റെ റേറ്റ് ഓഫ് റിട്ടേൺസ് വെച്ചിട്ടല്ല. റേറ്റ് ഓഫ് റിട്ടേൺസ് നമ്മൾ മൊത്തത്തിൽ ഇതിനെ മൊത്തം കണക്ക് കൂട്ടുവാണെങ്കിൽ നമുക്ക് മേ ബി നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന പണത്തിൻ്റെ മില്യൺസ് ഓഫ് ടൈംസ് ആയിരിക്കും. എനിക്ക് തോന്നുന്ന ഈ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പഠിക്കാൻ വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരാളായിരിക്കും ഞാൻ. ലോകത്തിലെ ഏറ്റവും വലിയ മാസ്റ്റേഴ്സിൻ്റെ എല്ലാം അടുത്ത് പോയി നേരിട്ട് പഠിച്ചിട്ടുള്ള ആളാണ്. ഡോളേഴ്സിൽ ഒരുപാട് സ്പെൻഡ് ചെയ്ത് പഠിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഞാൻ അതിൽ നിന്ന് എനിക്ക് തിരിച്ച് കിട്ടിയത് നോക്കുമ്പോഴത്തേക്കും മേ ബി ഇപ്പം തന്നെ മില്യൺസ് ഓഫ് ടൈംസ് ആയിരിക്കും, ഇനി വരുന്നത് മില്യൺസ് ഓഫ് ടൈംസ് ആയിരിക്കും ഈ പറഞ്ഞ 7 വിവിധ രീതികളിൽ. അപ്പോൾ നമ്മൾ ഈ മണിയിൽ മാത്രമുള്ള റേറ്റ് ഓഫ് റിട്ടേൺസ് നല്ലതുകൊണ്ട്, മണിയിലും റേറ്റ് ഓഫ് റിട്ടേൺസ് തീർച്ചയായിട്ടും നമ്മൾ ശാസ്ത്രീയമായി വളരെ ഏബിളായിട്ടുള്ളൊരു ഒരു മോഡലായിട്ടുള്ള ഒരാളിൽ നിന്ന് പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതൊരു വലിയ നേട്ടം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്കും ഈ പറഞ്ഞ നിങ്ങളുടെ ഈ 7th ഹങ്കർ ഈ 1 2 3 4 6 7 വരെ നിങ്ങൾക്കും ഈ ഹങ്കേഴ്സിന് ശമിപ്പിക്കാൻ കഴിയട്ടെ. വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ജീവിതം ഉണ്ടാകട്ടെ. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഏരിയയിലോട്ടുള്ളൊരു ട്രെയിനറോ മെൻറ്ററോ ഒരു നല്ല കോച്ചോ ആയി തീരാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.